ക്ഷേത്രത്തിലെ നട അടച്ചതിന് ശേഷം കളംപാട്ട് ആരംഭിക്കുന്നു. ഗണപതി സ്തുതി, സരസ്വതി സ്തുതി, പാദാദികേശ കേശാദിപാദവർണ്ണന, ഭദ്രോത്പത്തി, ദാരികവധം എന്നീ പാട്ടുകളാൽ ദേവിയെ സ്തുതിച്ച് കർപ്പൂരാരാധന നടത്തി കളം മായ്ക്കുന്നതോടെ ഒരു ദിവസത്തെ ചടങ്ങ് അവസാനിക്കുന്നു. കളത്തിലെ പൊടി പ്രസാദമായി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഈ പ്രസാദം സർവ ഐശ്വര്യപ്രദവും ദിവ്യ ഔഷധവുമായി കരുതപ്പെടുന്നു. ആദ്യ 4 ദിവസങ്ങളിൽ 8 കൈകളോടുകൂടിയ ഭദ്രകാളി രൂപവും, അടുത്ത 4 ദിവസം 16 കൈകളോടുകൂടിയ ഭദ്രകാളി രൂപവും, അടുത്ത 3 ദിവസം 32 കൈകളോടുകൂടിയ രൂപവുമാണ് കളത്തിലെഴുതുന്നത്. കളത്തിലെഴുതുന്ന ദേവീരൂപത്തിന്റെ വലതുവശം നന്മയുടെ പ്രതീകമായ ദേവചൈതന്യമായും ഇടതുവശം തിന്മയുടെ പ്രതീകമായ അസുര ചൈതന്യമായും വിശ്വസിക്കപ്പെടുന്നു.
കരമൊത്ത തുടരണ്ടും തൊഴുന്നേ വാറും പുറമെ പൊന്നുടഞ്ഞാനും തൊഴുന്നേ കരമൊത്ത തുടരണ്ടും തൊഴുന്നേ തുളിവാറും പുറമേ പൊന്നുടഞ്ഞാണു തൊഴുന്നേ. കോടിയർച്ചന നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിന്റെ വടക്കുവശത്തായി പ്രത്യേകം തയ്യാർ ചെയ്തിരുന്ന കൗണ്ടറിൽ നിന്നും അർച്ചനയ്ക്ക് ശേഷം പ്രസാദ വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക സംവിധാനം ചെയ്തിരുന്നു. അതിനോടുകൂടി മീഡിയ ആൻഡ് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിച്ചിരുന്നു. ഓം വീരായ നമഃ, ഓം വീരഭദ്രായ നമഃ, ഓം കാമനാഥായ നമഃ, ഓം ഗുരവേ നമഃ, ഓം മൂർത്തിനാഥായ നമഃ. ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് പ്രസാദം എത്തിച്ചു കൊടുക്കുന്നതിനായി ഏർപ്പെടുത്തിയിരുന്ന പ്രസാദം ഡെസ്പാച്ച് വിഭാഗത്തിൽ ഏകദേശം 30ഓളം സന്നദ്ധ പ്രവർത്തകർ പ്രസാദം തപാൽ മാർഗം അയച്ചു കൊടുക്കുന്നതിനുള്ള ജോലിയിൽ വ്യാപൃതരായിരുന്നു. ഇരുപത്തിയേഴ് ദിവസം നീണ്ടുനിന്ന കോടിയർച്ചന ഏപ്രിൽ 8 ചിത്തിര നക്ഷത്രത്തിൽ സമാപിച്ചു. ഈ ചടങ്ങുകളോടനുബന്ധിച്ച് ഏപ്രിൽ മാസം 9 വൈക്കത്തപ്പന് പരശുരാമനാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സഹസ്ര കലശം എന്ന വിശേഷാൽ കലശപൂജ നടത്തി. പൂജയ്ക്ക് ശേഷം തന്ത്രി പ്രമുഖരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ നാമജപത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വാദ്യഘോഷങ്ങളോടെ വേദജ്ഞരുടെ വേദമന്ത്രജപത്തിന്റെ അകമ്പടിയോടുകൂടി പൂജിച്ച ബ്രഹ്മകലശം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ച് ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് അഭിഷേകം ചെയ്തു.